ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും കുഞ്ഞൂസ് കുക്കിംഗ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് ഇന്നിവിടെ റവ കൊണ്ടൊരു പുട്ട് തയ്യാറാക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഗോതമ്പ് പൊടി കൊണ്ടും പിന്നെ സേമിയ കൊണ്ടും ഒക്കെ അടിപൊളിയായിട്ട് പുട്ടുണ്ടാക്കി. അതേപോലെ തന്നെ സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കാവുന്ന ഒന്നാണ് റവ കൊണ്ട് പുട്ട് കേട്ടോ. അപ്പോൾ ഞാൻ അതിനായിട്ടൊരു പാന് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. പാൻ ഒന്ന് ചൂടായിട്ട് വരട്ടെ. എന്നിട്ട് നമുക്ക് ഈ പാക്കറ്റിലുള്ള റവ നമുക്കിതൊന്ന് ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് ചൂടാക്കി വറുത്തിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ പാനൊന്ന് ചൂടായിട്ട് സ്റ്റൗവ് ഫ്ലെയിം എപ്പോഴും കുറച്ച് വെക്കണം. ഇല്ലാച്ചെങ്കിൽ അടി പെട്ടെന്ന് കരിഞ്ഞ് പിടിക്കും കേട്ടോ. അപ്പോൾ നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കായാലും നമ്മൾ എല്ലാ ഭാഗത്തേക്കും ഒന്ന് ഇളക്കിയിട്ട് വേണം. ഇല്ലാച്ചെങ്കിൽ ഒരു സൈഡിലേക്ക് ഇളക്കം വന്നില്ലാച്ചെങ്കിൽ നമ്മൾ ആ ഭാഗമൊക്കെ കരിഞ്ഞ് കിട്ടും. അപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് ജീരകവും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ജീരകം ചേർത്തേണ്ടത് വെച്ചെങ്കിൽ നല്ലൊരു മണമാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ജീരകം ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ സ്റ്റൗവിൻ്റെ ഫ്ലെയിം ഞാൻ ഓഫാക്കി നമ്മുടെ റവയൊക്കെ ഇവിടെ നല്ല ചൂടായിട്ട് വറുത്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാൻ പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് എല്ലാ ഭാഗത്തേക്കും ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ സ്റ്റൗവ് ഓഫാക്കി വെച്ചിട്ട് നമ്മൾ ഇളക്കാതിരിക്കരുത്. പാനിൻ്റെ ചൂടുകൊണ്ട് ഇളക്കാതിരുന്നുണ്ടെങ്കിൽ കരിഞ്ഞു പോകും സാധ്യതയുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട്. ഈ വെള്ളം എടുത്തിട്ട് ഒരു ഗ്ലാസ് തികച്ച് വേണ്ടി വരില്ല നമുക്ക്. ഞാനിതൊന്ന് നനച്ചെടുക്കുന്നുണ്ട്. നമുക്ക് ഈസി ആയിട്ട് പെട്ടെന്ന് നനച്ച് കിട്ടും. അരിപ്പൊടി നമുക്ക് പുട്ടിന് കുഴയ്ക്കാനേക്കാൾ സിമ്പിളായിട്ട് നമുക്ക് ഇത് റവയൊക്കെ നമുക്ക് പെട്ടെന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇത്രയ്ക്ക് വെള്ളം ഞാൻ ഉപയോഗിച്ചിട്ടുള്ളൂ. അപ്പോൾ ഒന്ന് തെളിച്ചെടുത്തതിന് ശേഷം നമുക്ക് തന്നെ അറിയാം അതിൻ്റെ ഇത് ഇങ്ങനെ കുഴച്ചെടുക്കുമ്പോൾ ഇങ്ങനെ ഒന്ന് പിടിച്ച് നോക്കുമ്പോൾ ഇങ്ങനെ കിട്ടണം, അത്രയേ ഉള്ളൂ. അപ്പോൾ നല്ലതുപോലെ നമുക്ക് കട്ടയൊന്നും ഇല്ലാതെ രീതിയിൽ നമുക്കിതൊന്ന് തരി തരിയായിട്ട് കുഴച്ചെടുക്കാൻ പറ്റും കേട്ടോ. നിങ്ങൾക്ക് ഇപ്പോൾ വേണമെങ്കിൽ ഇതിലേക്ക് നാളികേരമൊക്കെ ഒന്ന് ആഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് റവയുടെ കൂടെ ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ നാളികേരമൊന്നും ഇതിലേക്ക് ആഡ് ചെയ്യുന്നില്ല. ഞാൻ പൊട്ടുകുറ്റിയിലേക്ക് നിറയ്ക്കുമ്പോൾ മാത്രമേ നാളികേരം ആഡ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഞാൻ ഒരു മുറി തേങ്ങ, ഒരു മുറിയല്ല സോറി, ഒരു തേങ്ങ അങ്ങനെയാണ് എടുത്തിരിക്കുന്നത്. ചെറിയ തേങ്ങയാണ്. അതിലേക്ക് 2 ടീസ്പൂണ് നല്ല ജീരകം ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഫില്ലിങ് അവിടെ റെഡിയാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ പുട്ടുംകുറ്റിയിലെ പുട്ടും പാനിയിൽ വെള്ളം നിറച്ചിട്ട്, വെള്ളം ഫുള്ളായിട്ടൊന്നുമില്ല, ഒരു അരപ്പാകത്തോളം വെള്ളം ഒഴിച്ച് ഞാൻ അടുപ്പത്തേക്ക് സ്റ്റവ് ഓണാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ ഏകദേശം തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഞാൻ പുട്ടും കുറ്റി വെച്ചിട്ട് ഞാൻ അതിലേക്ക് ചില്ലൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഞാൻ നാളികേരം ഇട്ട് കൊടുക്കാൻ പോവുകയാണ് കേട്ടോ. സാധാരണ നമ്മൾ പുട്ട് നമുക്ക് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് എല്ലാവർക്കും അറിയാം. ചില്ലിട്ടതിന് ശേഷം നമ്മൾ നാളികേരം ഇട്ട് കൊടുക്കുന്നു. പിന്നെ അതിൻ്റെ മിക്സ് ചെയ്തിട്ടുള്ള നമ്മുടെ പൊടി ഇട്ട് കൊടുക്കുന്നു. വീണ്ടും പകുതിയോളം ആകുമ്പോൾ നാളികേരം ഇട്ട് കൊടുക്കുന്നു. വീണ്ടും പൊടി ഇട്ട് കൊടുക്കുന്നു. ലാസ്റ്റ് മുകളിൽ നാളികേരം ഫിൽ ചെയ്ത് വെക്കുന്നു. അപ്പോൾ ഇതൊന്ന് ആവി വന്നിട്ടുണ്ട്. പെട്ടെന്ന് ആവി വരും. അപ്പോൾ ആവി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് പ്ലേറ്റിലേക്ക് ഒന്ന് എടുത്തിട്ട് ഒന്ന് കുത്തി നോക്കാം കേട്ടോ. അപ്പോൾ പെട്ടെന്നൊന്ന് ആവി വന്നാലും നമ്മൾ കുറച്ച് നേരം കൂടി ഒന്ന് വെയിറ്റ് ചെയ്യണം. എന്താ വെച്ചാൽ ഒന്ന് ആവി വന്നൊന്ന് സെറ്റായാൽ മാത്രമാണ് നമുക്ക് അതിങ്ങനെ കുത്തിയെടുക്കുമ്പോൾ പൊട്ടാണ്ട് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഞാനിതൊന്നൊരു പ്ലേറ്റിലേക്ക് ഞാൻ കുത്തിയിട്ട് ഇടുന്നുണ്ട്. കണ്ടില്ലേ, നമ്മുടെ റവ പുട്ട് ഇവിടെ സൂപ്പറായിട്ടാണ് അങ്ങനെ കിട്ടിയിരിക്കുന്നത്. അപ്പം അതിൻ്റെ നടുഭാഗം എന്തായാലും അത് പൊട്ടിയിട്ട് വരും. ആ ഭാഗം നമ്മൾ നടുവിൽ നമ്മൾ തേങ്ങയാണല്ലോ ഫില്ല് ചെയ്യണത്. അപ്പോൾ ആ ഭാഗം കറക്റ്റ് കഷ്ണമായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഇനി ഞാൻ ഒക്കെ ചക്ക പുട്ട് പോലെയാണ് ഞാൻ തയ്യാറാക്കണത്. അപ്പോൾ ഞാനിന്ന് ഇതിലേക്ക് പുട്ടിലേക്ക് ഞാൻ ചെറുപയർ കറിയാണ് കേട്ടോ തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് വേണമെച്ചെങ്കിലും പപ്പടം, അല്ലാച്ചെങ്കിൽ മീൻകറി, ഇറച്ചിക്കറി, അങ്ങനെ എന്ത് വേണമെച്ചെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിച്ച് കഴിക്കാം. അപ്പോൾ ഞാനിന്ന് വീട്ടിലെ പുട്ടും ചെറുപയർ കറിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഞാനതൊന്ന് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ചെറുപയർ കറി നല്ല ടേസ്റ്റാണ് പുട്ടിലേക്ക് കേട്ടോ. അപ്പോൾ കടലക്കറി പോലെ തന്നെയാണ് ചെറുപയർ കറി, നല്ല ടേസ്റ്റുള്ളത് തന്നെയാണ്. പുട്ടിലേക്ക് നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ നമ്മുടെ പുട്ടും ചെറുപയർ കറിയും ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. കണ്ടില്ല? അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള, വളരെ സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒന്ന് തന്നെയാണ് റവ പുട്ട്. അപ്പോൾ നമ്മുടെ സേമിയ പുട്ട് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ ഗോതമ്പ് പുട്ടും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അതുപോലെ റവ പുട്ടും നിങ്ങൾക്ക് ഇഷ്ടമായി വെച്ചെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം കേട്ടോ.
അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പുതിയൊരു വീഡിയോയിൽ പുതിയ റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.